to be practiced and fulfill the mission through the auspices of Shantigiri Ashram. It confers me an innermost delight to be a part of Shantigiri Ashram Diamond Jubilee celebrations today that was inaugurated by the Honorable Chief Minister Pinarayi Vijayan, an award Samarpan ceremony to Padma Bhushan Bharat Mohan Lal, held in the beautiful city of Pindosar. Guru Deva Maheshwara, Guru Sakshat Parabrahma, Tasmai Shri Gurave Namaha. Gurutvam നടന്ന ഈ അന്തരീക്ഷത്തിൽ എന്നെ കേൾക്കാനെത്തിയ മഹനീയ സദസ്സിന് വന്ദനം. പ്രണവ പത്മം പുരസ്കാരത്തിനെ തിരഞ്ഞെടുത്തതിന് ഈ പുരസ്കാര സമിതിക്ക് എൻ്റെ നന്ദി. പ്രണവം എന്ന വാക്ക് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ മകൻ്റെ പേര് പ്രണവമാണ്. എൻ്റെ വീടിൻ്റെ പേര് പ്രണവം എന്നാണ്. ഞാൻ സിനിമ നിർമ്മാണം ആരംഭിച്ച ഒരു കമ്പനിയുടെ പേര് പ്രണവം എന്നാണ്. കണ്ണടച്ചിരുന്നാൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും തുടങ്ങുന്നത് പ്രണവമാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് അറിയുന്നു. എത്രയോ പുരസ്കാരങ്ങൾ എന്നെ തേടി എത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ ശിരസ്സ് നടിച്ച് വാങ്ങാറുള്ളൂ. അവയെല്ലാം കലാകാരൻ എന്ന നിലയിലേക്ക് മുന്നോട്ടുള്ള യാത്രകൾക്ക് വലിയ പ്രചോദനമായിരുന്നു. ഗുരുത്വത്തിൻ്റെ അനുഗ്രഹ സ്പർശമുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരസ്കാരം കൈകളിലേറ്റുവാൻ പുരസ്കാരങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല. ഗുരു എന്നത് ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹത്തായ പ്രകാശമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതത്തിൽ നിന്നത് കിഴക്കൻ ദേശമാകെ പരത്തുകയും പിന്നീട് ആചാര്യം എന്നത് നമുക്ക് കേവലം ഒരു പദമല്ല, അത് ആഴത്തിലുള്ള ഒരു ജീവിത അനുഭവമാണ്. പുരാണ ഇതിഹാസങ്ങളും മറ്റും വായിച്ചാൽ അപാര ഗംഭീരന്മാരായ ഗുരുക്കന്മാരെ കാണാം. പരമജ്ഞാനത്തിൻ്റെ കടാവിളക്കുകളായിരുന്നു ആ ഗുരുക്കന്മാർ. ശിഷ്യന്മാർ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഗഹനമായ ചോദ്യങ്ങൾ ചോദിച്ചു. അവർ ഉത്തരങ്ങൾ പറഞ്ഞു. ഒരു ശിഷ്യ സംവാദങ്ങളിലൂടെയാണ് ഉപനിഷത്തുകളിൽ ജീവിതത്തിൻ്റെ ആഴങ്ങളും പൊരുളും സൂക്ഷ്മതകളും എല്ലാം വെളിപ്പെടുന്നത്. മറ്റൊന്ന് കൊടുത്തിയെടുക്കലാണ് എന്ന് പറയുന്നത്. ഗുരു എന്ന കടാവിളക്കിൽ നിന്നും ശിഷ്യജനങ്ങൾ ജ്ഞാനത്തിൻ്റെ പ്രകാശം കൊളുത്തിയെടുക്കുന്നു. ആചാര്യൻ അരുളും വാക്കിന് അർത്ഥം പിന്നാലെ തീരാം എന്ന ഉജ്ജയിനിൽ കുറിപ്പ് എഴുതിയത് ഭാരതീയ ഗുരു പരമ്പരയോടുള്ള നമ്മുടെ കാലത്തെ വലിയൊരു കവിയുടെ പ്രണാമമായി തീരാം. ഒരു അഭിനേതാവ് എന്ന നിലയിൽ എന്ന നിയാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗുരു എനിക്കില്ല. ഞാൻ ഏതെങ്കിലും കളരിയിൽ ഏതെങ്കിലും ആചാര്യൻ്റെ കീഴിൽ അഭിനയം പഠിച്ചാലില്ല. കഴിഞ്ഞ 40 വർഷമായി ഞാൻ അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റൊരു തൊഴിലും എനിക്കിപ്പോഴും അറിയില്ല എന്ന് വിശ്വസിക്കുന്നു. സാമാന്യം ദീർഘമായ ഈ അഭിനയ ജീവിതത്തിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, എത്രയോ സന്ദർഭങ്ങളിൽ അദൃശ്യമായ ഗുരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയ പല വേഷങ്ങളും ആരോ പിറകിൽ നിന്നെന്നെ കെട്ടിയടിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വാനപ്രസ്ഥം എന്ന സിനിമയെ കൂടുതൽ എടുത്തു പറയേണ്ടതാണ്. അഭിനയത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കലയാണ് കഥകളി. കഥകളി നടനായാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ടത്. വർഷങ്ങളുടെ പരിശീലനവും മെയിൻ്റെയും മുദ്രയുടെയും കണ്ണിൻ്റെയും സാധനയും ഒക്കെ അതിൻ്റെ ഫലമായിട്ടാണ് ഒരു കഥകളി നടൻ തുടക്കുന്നത്. ഇതൊന്നുമില്ലാതെയാണ് വാനപ്രസ്ഥത്തിൽ ഞാൻ കഥകളി നടൻ്റെ വേഷം ചെയ്യുന്നത്. കൊടുത്തുകെട്ടി മുഖത്ത് ചുട്ടിവെച്ച ഭാരമുള്ള കിരീടം വെച്ച് തീർത്തും അപരിചിതമായ ഒരു ലോകത്തിൽ കുറേ രാപ്പാക്കേണ്ടത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എനിക്ക് ആ സന്ദർഭങ്ങൾ ലഭിച്ചിരുന്നു. അവരെ സ്മരിച്ചിട്ട് ഞാൻ മുഖത്ത് തേക്കാൻ കിടക്കാറുണ്ട്. നേരിട്ട് അവരെൻ്റെ ഗുരുക്കന്മാരല്ല, പക്ഷെ അവരുടെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് ആ വേഷം ചെയ്യാൻ സാധിക്കില്ല എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും ആരോ പറയുന്നുണ്ട്.
ഒരു തുള്ളി പോലും സംസ്കൃതം അറിയാത്ത ഒരു മുഴുനീള നാടകം മുഴുവൻ സംസ്കൃത സംഭാഷണങ്ങൾ പറഞ്ഞ് അഭിനയിച്ചു. ഒരു തവണ അല്ല, പല തവണ. എങ്ങനെ സാധിച്ചു? ഈ സമയത്തെല്ലാം എൻ്റെ ഉള്ളിൽ മുഴങ്ങിയ അജ്ഞാതമായ ശബ്ദം ഭാരതീയ ഗുരു പരമ്പരയുടേതാണ് എന്ന് ഞാൻ കരുതുന്നു. ഭൂമി വിജയൻ എന്ന സന്ദേഹത്തിൽ നിന്ന് തിരുപ്പൂരിലുള്ള മറ്റൊരാളാക്കി നിൽക്കുന്നത് കരുണാകര ഗുരുവായിരുന്നു. ഇത് നൃത്തത്തിൻ്റെ മഹത്തായ നിദർശനമാണ്. ഗുരുസാഗരം എന്ന ലോകത്തിൻ്റെ ആമുഖമായി ഭൂമി വിജയൻ എഴുതിയ വാചകം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്നത്. അദ്ദേഹം എഴുതിയതാണ് തിരുവനന്തപുരത്തിലെ സമീപമുള്ള പോത്തൻകോട്ടെ ശാന്തിഗിരി ആശ്രമത്തിലെ ശ്രീ കരുണാകര ലക്ഷണത്തിന് ഞാൻ സന്ദർശിക്കുകയാണ്. പരിചയവും സ്നേഹവുമാണ്. എന്നാൽ ആ സമ്പത്തിൽ എൻ്റെ അറിവിൻ്റെ സൂക്ഷ്മകലങ്ങളിൽ വലിയ പരിണാമങ്ങളുണ്ടാകും. ഗുരുസാഗരൻ എന്ന ഈ കഥയുടെ രൂപത്തിൽ ഇനി പരിഗണിക്കലാണ്. ഇതാണ് ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മഹത്തായ ജീവിതം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് മാറ്റി തീർക്കട്ടെ, കൂടുതൽ നല്ല ലോകത്തിൽ സൃഷ്ടിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്.